ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാഡ് ഡെബ്റ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ബാഡ് ഡെബ്റ്റ്സ്, അതേപോലെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് അക്കൗണ്ട്സിനകത്ത് ബാഡ് ഡെബ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാഡ് ഡെബ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്കൗണ്ട്സിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ബാഡ് ഡെബ്റ്റ് എന്നുള്ളത് നോക്കാം. എന്താ പറയുന്നത്? ബാഡ് ഡെബ്റ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ദാറ്റ് എ ബിസിനസ് ഈസ് അൺഏബിൾ ടു കളക്ട് ഫ്രം എ കസ്റ്റമർ who has purchased goods or services on credit. It is considered an irrecoverable loss and is written off as an expense in the financial statement. എന്താ പറയുന്നത് ബാഡ് ഡെബ്റ്റ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കസ്റ്റമറിന് ഗുഡ്സ് ക്രെഡിറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ റവന്യൂ. അപ്പോൾ ഒരു കസ്റ്റമറിന് ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, അപ്പോൾ ഇന്നാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ന് സെയിൽ നടക്കുന്ന ടൈമിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ക്യാഷ് ഇന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. ക്രെഡിറ്റർ ഒരു 3 months കഴിഞ്ഞിട്ടാണ് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ഇന്നാണ് നടക്കുന്നത്, ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അല്ലേ, അക്രൂവൽ കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇന്ന് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എങ്ങനെ റെക്കോർഡ് ചെയ്യുക? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അല്ലേ. അങ്ങനെ ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ഇനി 3 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ കസ്റ്റമർ കയ്യിൽ നിന്നും 1000 എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്യാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ കസ്റ്റമർ തരാനുള്ള എമൗണ്ട് എന്ത് ചെയ്യാണ്, ആ പറഞ്ഞ പീരീഡും കഴിഞ്ഞിട്ട് ആ കസ്റ്റമറിനെ കൊണ്ട് തരാൻ കഴിയാതെ വരികയാണ്. ഓക്കെയാണോ? അത് നമ്മളെ ബിസിനസ്സിന് എന്താണ്, ഒരു ലോസാണ്. കാരണം എന്താണ്, അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ ആ എമൗണ്ട്? ഇല്ല. അപ്പോൾ ആ ലോസിനാണ് എന്ത് വിളിക്കുന്നത്, ബാഡ് ഡെബ്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യും, ക്ലിയർ ആവട്ടോ. എന്ത് പറയുന്നുണ്ട്? സെറ്റ് ലിമിറ്റഡ് സെൽസ് ഗുഡ്സ് വർത്ത് 80,000 ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ അനിൽ. ഹവർ ആഫ്റ്റർ സെവറൽ റിമൈൻഡേഴ്സ് മിസ്റ്റർ അനിൽ ഫെയിൽ ടു മേക്ക് ദ പേയ്മെൻറ്റ് ആൻഡ് ഈസ് ഡിക്ലെയർഡ് ബാങ്ക്രപ്റ്റ്. സെറ്റ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു റൈറ്റ് ഓഫ് ദിസ് എമൗണ്ട് ആസ് ബാഡ് ഡെബ്റ്റ്. എന്താ പറയുന്നത്? സെറ്റ് ലിമിറ്റഡാണ് നമ്മളെ കമ്പനി. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് 80,000 വാല്യുള്ള ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ക്രെഡിറ്റ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നാണ് സെയിൽ നടത്തുന്നത്, ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം എന്ത് ചെയ്തിട്ടുണ്ടാവും, അനിലിന് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെയാണോ? അപ്പോൾ എന്തെങ്കിലും അനിൽ എന്ത് ചെയ്യാം, ആ പറഞ്ഞ പീരീഡിൻ്റെ ഉള്ളിൽ പേ ചെയ്യാം, അല്ലെങ്കിൽ ആ പറഞ്ഞ പീരീഡിൽ എന്ത് ചെയ്യാം, പേ ചെയ്യാം. അങ്ങനെ പറഞ്ഞ പീരീഡൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫോളോ അപ്പ് ഒക്കെ നടത്തി. അനിലിനോട് വിളിച്ചിട്ട് ചോദിച്ചു, എമൗണ്ട് പറഞ്ഞ പീരീഡ് ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ ആരുടെ നിന്ന് എമൗണ്ട് കിട്ടിയില്ല, അനിലിൻ്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് കിട്ടിയില്ല. അയാൾ എന്തായി, ബാങ്ക്രപ്റ്റായി. അപ്പോൾ അനിലിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് തരാനുള്ള എമൗണ്ടിന് തരാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് അല്ലേ, അത് നമ്മളെന്താണ്, ലോസായി. ഓക്കെ, അപ്പോൾ ആ ലോസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാഡ് ഡെബ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഡ് ഡെബ്റ്റ് ഇനി എങ്ങനെയാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുക? ഇത് സെയിൽ നടക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് എൻട്രി ആയിരുന്നു പാസ് ചെയ്തത്? ഈ ഒരു ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുന്ന ടൈമിൽ ഒരു എൻട്രി പാസ് ചെയ്യണം. അതെന്തായിരിക്കും? ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ. ഡെപ്റ്റർ ഇവിടെ ആരാണ്, അനിലാണ്. അപ്പോൾ അനിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു എൻട്രി നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി 3 മാസമാണ് അയാൾ ക്രെഡിറ്റ് പീരീഡ് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് നമുക്ക് കൺഫേം ആവുകയാണ് എന്ത്, ആ എമൗണ്ടിന് കിട്ടാൻ പോകണില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബുക്കിനകത്ത് എന്ത് ചെയ്യും, ഒരു എൻട്രി പാസ് ചെയ്യണം. അല്ലടാ, എന്താ എൻട്രി പാസ് ചെയ്യുക, ആ ലോസ് റെക്കോർഡ് ചെയ്യണ്ടേ, ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യണം അല്ലേ. അത് നമ്മൾ ലോസായി. ഓക്കെ, അപ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ബാഡ് ഡെബ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ അനിൽ അക്കൗണ്ട്. ഓക്കെയാണോ? ബാഡ് ഡെബ്റ്റ് അക്കൗണ്ട് എവിടെ പോവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ പോവും അല്ലടാ. പിന്നെ അനിൽ അക്കൗണ്ട് എവിടെ പോവും, അനിൽ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് വിറ്റ ടൈമിൽ അല്ലേ, സെയിൽ നടന്ന ടൈമിൽ ട്രാൻസാക്ഷൻ ആ എൻട്രി എങ്ങനെയായിരുന്നു പാസ് ചെയ്തത്, അനിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആയിരുന്നു. അനിൽ അക്കൗണ്ട് അവിടെ ഡെബിറ്റാണ് ചെയ്തത് അല്ലേ, അസറ്റാണ്, നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ്. സെയിൽ നടക്കുന്ന ടൈമിൽ അനിൽ അക്കൗണ്ടിന് ഡെബിറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ എമൗണ്ട് കിട്ടുന്നില്ല, അനിൽ അക്കൗണ്ടിന് കാണിച്ചിട്ട് കാര്യമുണ്ടോ, കിട്ടാനുള്ള എമൗണ്ട് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ബാലൻസ് കൊടുത്താൽ മതി, അസറ്റ് അക്കൗണ്ടാണ്, നേരെ ഓപ്പോസിറ്റ് ബാലൻസ് അല്ലേ, ക്രെഡിറ്റ് ബാലൻസ് കൊടുത്താൽ മതി ടു മിസ്റ്റർ അനിൽ അക്കൗണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം. എന്ത് പറയുന്നുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഏതാണ് ഇയർ 2000
24. നമ്മൾ അനിലിന് ഈ ഒരു ഗുഡ്സ് വിറ്റല്ലോടാ, ക്രെഡിറ്റിന് വിറ്റില്ലേ. ഓക്കെ, ഇത് ഏത് ഇയറിലാണ്? 2024 എന്ത് ചെയ്യുന്നത് നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 2024 ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു വർഷത്തെ 2024 ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ലക്ഷമാണ് അല്ലേ, 3 ലാക്കാണ്. ഈ 3 ലാക്കിനകത്ത് എന്തുണ്ട്? അനിലിന് ക്രെഡിറ്റിന് വിറ്റ ആ സെയിൽ എമൗണ്ടും ഉണ്ട്, 80,000 ഉണ്ട് അല്ലേ. അങ്ങനെ ടോട്ടൽ സെയിൽസ് അല്ലടാ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് ക്യാഷിന് വിറ്റ് മാത്രമാണോ? അല്ല, ക്രെഡിറ്റിന് വിറ്റതും എവിടെ കാണിക്കണം? ഇൻകമായിട്ട് എടുക്കണം അല്ലേ. അതാണ് ഇവിടെ പഠിച്ചത്, അക്രൂവൽ കോൺസെപ്റ്റിനകത്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെയിൽസ് ടോട്ടൽ 3 ലാക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സുകൾ എത്രയാണ്? അത് വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ് കോസ്റ്റ് എത്രയാണ്? 1,40,000. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 1,60,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി 2024 സാലറി ഒരു 21,000 കാണിച്ചു, റെൻ്റ് ഒരു 12,000 ഉണ്ടായിരുന്നു. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,27,000 എന്ത് നെറ്റ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഓണർക്കുള്ളതാണ് അല്ലേ, ബിസിനസ്സിൻ്റെ ഓണർക്കുള്ളതാണ്. അങ്ങനെ ഓണർ എന്ത് ചെയ്തു? അത് എടുത്തു, അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് തന്നെ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു, വാട്ടെവർ. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 1,27,000 ആണ് ഇയർ 2024. അനിലിന് വിറ്റ സെയിൽ നടന്ന ഇയറാണ് കേട്ടോ 2024. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 80,000 സെയിലിനകത്തും കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ അനിലിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ അല്ലേ, ഡെപ്റ്റേഴ്സ് ഓക്കെയാണ്. ഈ ഡെപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആരെയാണ്? അനിലിനെയാണ്. ഓക്കെ, എവിടെ കാണിച്ചു? അസറ്റ് സൈഡിൽ എത്ര കാണിച്ചു? 80,000 തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഈ ബാലൻസ് ഷീറ്റാണ് എവിടെ പോകുന്നത്? നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഇയറിൽ എന്തുണ്ടാവും? അനിൽ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അനിൽ നമ്മൾ ഈ ഒരു ഗുഡ്സ് വിറ്റിട്ടുള്ളത് 24 പറഞ്ഞു അല്ലേ. ഇയർ 2024 നമ്മളെ ഇയർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ജനുവരി ടു എൻഡ് ചെയ്യുന്നത് ഡിസംബറാണ്. ജനുവരി ടു ഡിസംബറാണ് നമ്മളെ അക്കൗണ്ടിങ് ഇയർ എന്ന് എക്സാമ്പിൾ വിചാരിക്കും കേട്ടോ. അപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ എൻഡ് ചെയ്യും. അനിലിന് നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുള്ളത് ജനുവരി 1 ഡിസംബർ 1 അതായത് 2024 ലാസ്റ്റ് മന്ത് 1 എന്ത് ചെയ്തിട്ടുള്ളത്? ഗുഡ്സ് വിറ്റിട്ടുള്ളത്. അയാൾ ആ എമൗണ്ട് തരേണ്ടത്, ബിസിനസ്സിലേക്ക് തരേണ്ടത് 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ അത് ആ ഒരു പീരീഡ് വരുന്നത് ഏത് ഇയറിലാണ്? നെക്സ്റ്റ് ഇയറിലാണ് വരുന്നത് അല്ലടാ. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യണം? അയാൾ ആ എമൗണ്ട് ബിസിനസ്സിലേക്ക് തരണം. അപ്പോൾ 24 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അതെവിടെ വന്നു? 80,000 സെയിലിൽ ഇൻകായിട്ട് വന്നു അല്ലടാ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതെവിടെ റിഫ്ലക്റ്റ് ആവും? നെറ്റ് പ്രോഫിറ്റിനകത്തും റിഫ്ലക്റ്റ് ആവും അല്ലേ? ആണ്. അതേപോലെ തരാനുണ്ടെന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിനകത്തും കാണിച്ചു. ഇനി ഏത് ഇയറായി? ഇയർ 2025 ആയി. ഓക്കെ, 25 എന്ത് ചെയ്യണം? അനിൽ നമുക്ക് ആ തരാനുള്ള എമൗണ്ട് തരണം. പക്ഷേ അയാളെ കൊണ്ട് എന്ത് പറ്റുന്നില്ല? ആ എമൗണ്ട് തരാൻ പറ്റുന്നില്ല, ബാങ്ക്രപ്റ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇയർ 2025 24 നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. 25 അയാൾ ആ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്, തരുന്നുമില്ല. അങ്ങനെ ഇയർ 2025 എൻഡ് ചെയ്യാണ്. നമ്മളെന്ത് പ്രിപ്പയർ ചെയ്യും? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, 25 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3,10,000 എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽ നടക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു 1,45,000 വന്നു. ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ട്? 1,65,000 വന്നു. ഓക്കെ ആണടാ. അപ്പോൾ ഈ ഇയർ 2025 എന്ത് വന്നു? ഒരു ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഏത് ബാഡ് ഡെപ്റ്റ്? അനിൽ തരാമെന്ന് പറഞ്ഞ എമൗണ്ട് അല്ലെങ്കിൽ തരാനുള്ള എമൗണ്ട് തരുന്നില്ല. നമുക്ക് എപ്പോഴാണ് ഉറപ്പാവുന്നത്? ഇയർ 2025 അയാൾ പറഞ്ഞ പീരീഡും കഴിഞ്ഞിട്ട് തരുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ കൺഫേം ആയി. അപ്പോൾ ഈ 25 നമ്മൾ എന്ത് ചെയ്തു? അതിനെ റൈറ്റ് ഓഫ് ചെയ്യും, ഒരു എൻട്രി പാസ് ചെയ്യും. എന്താണ് എൻട്രി പാസ് ചെയ്യുക? ബാഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ അനിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു എൻട്രി പാസ് ചെയ്യും. ഈ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് എവിടെ പോകും? ഇയർ 2025 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലേ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുന്നത് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതേപോലെ ടു മിസ്റ്റർ അനിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു. ഓക്കെ നാടാ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി വരിക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് എവിടെ കാണിക്കണം എന്ന് നമ്മൾ പറഞ്ഞു? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി സാലറി എത്ര തന്നെ? ഒരു 21,000 തന്നെയാണ്. റെൻറ്റ് 12,000 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഏത് കൂടെ വരുടാ? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോസും കാണിക്കണം. ഓക്കെ, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോസും കാണിക്കണം. കാരണം എന്താണ്? ഈ 80,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷം ഇൻകമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇൻകമായിട്ട് എടുത്തു. ഓക്കെ, എന്നാൽ അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ക്യാഷ് ഈ വർഷം കിട്ടുമെന്ന് പറഞ്ഞതായിരുന്നു, എന്നാലോ ഈ വർഷം കിട്ടിയതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലോസ് ആയിട്ട് 2025 എന്ത് ചെയ്യും? ബാഡ് ഡെപ്റ്റ് ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവുള്ളൂ? 52,000 ഉണ്ടാവുള്ളൂ.
ഓക്കെയാണോ? ഗ്രോസ് പ്രോഫിറ്റ് 1.65 ഉണ്ടായിരുന്നു, അതിന് സാലറി കുറച്ചു, റെൻറ്റ് എക്സ്പെൻസ് കുറച്ചു, ബാഡ് ഡെപ്റ്റ് ലോസും കുറച്ചു, ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 52,000 ഉണ്ടാവുള്ളൂ. ഇനി ബാലൻസ് ഷീറ്റിനകത്ത് എന്തായിരിക്കും സംഭവിക്കുക? ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അനിൽ തരാനുള്ളത് ഇനി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്തു? ഒരു എൻട്രി പാസ് ചെയ്തു അല്ലേ? ഏതായിരുന്നു എൻട്രി? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ അനിൽ അല്ലേ? മിസ്റ്റർ അനിൽ ഏതാണ്? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് കൊടുത്തു? ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തു. സോ എന്ത് ചെയ്യും? ആ അക്കൗണ്ട് ഇവിടെ ഇയർ 2025 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എന്തുണ്ടാവും? ഡെപ്റ്റേഴ്സ് തരാനുള്ളത് പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും? ബുക്കിൽ കിടക്കുന്നുണ്ടാവും അല്ലടാ. കാരണം എന്താണ്? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റാണ് ഈ വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു എൻട്രി പാസ് ചെയ്ത ടൈമിൽ എന്ത് ചെയ്യും? ആ ഒരു അക്കൗണ്ട് ക്ലോസ് ആവും. ഇനി 2025 എൻഡ് നോക്കുന്ന ടൈമിൽ അല്ലേ, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഡെപ്റ്റേഴ്സ് എമൗണ്ട് എന്തായിരിക്കും? നില്ലായിരിക്കും. ഓക്കെയാണോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത് ബാഡ് ഡെപ്റ്റ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇഫ് ആഫ്റ്റർ സം ടൈം മിസ്റ്റർ അനിൽ മാനേജസ് ടു പേ ബാക്ക് ദ എമൗണ്ട് Z ലിമിറ്റഡ് വിൽ റെക്കോർഡ് ദ റിക്കവറി ആസ്. എന്ത് ചെയ്യണേ? നമ്മൾ എന്ത് ചെയ്തു? കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്ത്, ബുക്കിൽ നിന്നൊക്കെ റൈറ്റ് ഓഫ് ചെയ്ത്, ബാഡ് ഡെപ്റ്റൊക്കെ റൈറ്റ് ഓഫ് ചെയ്ത്, അനിൽ തരാനുള്ളതൊക്കെ എന്ത് ചെയ്ത് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? അനിൽ എവിടെ നിന്നൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, നമുക്ക് തരാനുള്ള എമൗണ്ട് എവിടെ നിന്നൊക്കെ സെറ്റാക്കി എന്ത് ചെയ്യാണ്? ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെന്ത് ചെയ്തു? കിട്ടില്ല എന്നൊക്കെ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ബുക്കിൽ ബാഡ് ഡെപ്റ്റായിട്ട് റൈറ്റ് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അനിൽ ആ എമൗണ്ട് കൊണ്ടുവരികയാണ്. ഓക്കെയാണോ? അപ്പോൾ അത് കൊണ്ടുവരുന്ന ടൈമിൽ എഗെയിൻ കൊണ്ടുവരികയാണല്ലോ. എങ്ങനെയാണ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക? എങ്ങനെ റെക്കോർഡ് ചെയ്യടാ? നോക്കിക്കോ, അതിൻ്റെ എൻട്രിയാണ് പറയുന്നത്. എന്ത് കിട്ടുന്നുണ്ട്? ബിസിനസ്സിന് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലേ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? 80,000. ഇനി ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക? ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ? കൊണ്ടും അത് പറ്റൂല. കാരണം നമ്മളിപ്പോൾ ഗുഡ്സ് ഒന്നും വിൽക്കുന്നില്ല അല്ലേ? അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റില്ല. പിന്നെ അനിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുമോ? ഇവിടെ ഇല്ല. കാരണം എന്താണ്? അനിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ബുക്കിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലേ? കിട്ടില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഇനി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇയർ 2025 കാണിച്ചു കഴിഞ്ഞാൽ ഇയർ 2025 ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ ഓണേഴ്സ് ഇത് റീഡ് ചെയ്യുന്ന ടൈമിൽ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും 80,000 കണ്ടാൽ ഓരെന്താ വിചാരിക്കുക? ഓക്കെ, എത്ര എമൗണ്ട് അസറ്റ് നമ്മുടെ പേരിലുണ്ട്, ബിസിനസ്സിൻ്റെ പേരിലുണ്ട്, 80,000 കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലിലൊക്കെ പോലെ എന്ത് ചെയ്യും? ഡിസിഷൻസ് എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യാം. അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്ത് റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരുപാട് ഫോളോ അപ്പ് ഒക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അനിൽ നല്ലവനാണ്. എന്ത് ചെയ്തു? എമൗണ്ട് എവിടെ നിന്നോ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കിക്കോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. ക്യാഷ് കിട്ടിയില്ലേ? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും, കിട്ടി, ഡെബിറ്റ് ചെയ്തു. ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന് എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഇതെന്ത് അക്കൗണ്ടാണ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെയാണോ? സെയിലായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യും? ഒരു അതർ ഇൻകം ആയിട്ട് ഓക്കെയാണോ ട്രീറ്റ് ചെയ്തിട്ട് എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എന്ത് ചെയ്യും? കാണിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അസറ്റ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് കൂടും. ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ടിനെ കാണിക്കണം. ഈ ഒരു അക്കൗണ്ടിന് എന്ത് ചെയ്യും? ഇയർ എൻഡ് ആവുന്ന ടൈമിൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എവിടെ പോകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എന്ത് ചെയ്യും? എടുക്കും. ഓക്കെയാണോ? അപ്പോൾ ഇങ്ങനെയാണ് എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ബാഡ് ഡെപ്റ്റ് റിക്കവർ അല്ലേ? റിക്കവറി ആണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാമെന്നുള്ളത്.